നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ തേർഡ് പാർട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റായിട്ട് നമ്മൾ എന്താണ് പ്രതീകങ്ങൾ എന്നാണ് നോക്കുന്നത്. അതായത് പ്രതീകങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഡോക്ടേഴ്സിൻ്റെ ഒരു ചിഹ്നമുണ്ട്, അതേപോലെ തന്നെ ഓരോ ചിഹ്നങ്ങളില്ല. ഇപ്പോൾ രൂപയ്ക്ക് കാണല്ലോ ഇങ്ങനെ ഒരു ചിഹ്നം, ഇതൊക്കെ ഓരോ പ്രതീകമാണ്. അതേപോലെ തന്നെ ഹോസ്പിറ്റൽ, ആംബുലൻസ്, ഇങ്ങനത്തെ ഈ ഒരു ക്രോസ് ചിഹ്നം കണ്ടിട്ടില്ലേ, അതൊക്കെ ഓരോ ചിഹ്നമാണ്. ഇതുപോലെ നമ്മുടെ ആവർത്തന പട്ടിക തന്നിട്ടില്ലേ, ആവർത്തന പട്ടികയിലാണ് നമ്മുടെ എന്തുള്ളത്, നമ്മുടെ കുറേ മൂലകങ്ങൾ, ഓക്സിജൻ, ഹൈഡ്രജൻ, നൈട്രജൻ, അങ്ങനെ ഒരുപാട് മൂലകങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതിനൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് ഏതിൻ്റെ ഉള്ളിലാണ്? ഈ ആവർത്തന പട്ടികേൻ്റെ ഉള്ളിലാണ്. അപ്പോൾ അതൊക്കെ അപ്പോൾ നമ്മൾ ഇങ്ങനെ ഹൈഡ്രജൻ ഇങ്ങനെ കംപ്ലീറ്റ് എഴുതിയിട്ടാണോ അവിടെ വെച്ചിട്ടുള്ളത്? അല്ലല്ല, ഓരോ അക്ഷരമായിട്ടാണ്. അക്ഷരം മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. നിങ്ങളുടെ പേജ് നമ്പർ പേജിൽ നിങ്ങളുടെ പുസ്തകത്തിൽ തന്നെ ടെക്സ്റ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ആ പീരിയോഡിക് ടേബിൾ. അങ്ങനെയുള്ളൊരു ടേബിൾ കണ്ടില്ല, ഒറ്റ പേജിലായിട്ട് കൊടുത്തിട്ടുള്ളത്. അതിൽ നോക്കിയാൽ മനസ്സിലാവും. അതിൽ പ്രതീകങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അല്ലാതെ കംപ്ലീറ്റ് ഹൈഡ്രജൻ, ഓക്സിജൻ അടിയിൽ കൊടുത്തിട്ടുണ്ടാവും, എന്നാലും നമ്മൾ കാണുമ്പോൾ എന്താണ്, പ്രതീകങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോ മൂലകം എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? ഹൈഡ്രജൻ ആവാം, ഓക്സിജൻ ആവാം, കാർബൺ ആവാം, നമ്മൾ കേട്ടിട്ടുള്ള പ്രധാനമായിട്ടുള്ളതാണ്. ഇങ്ങനെയുള്ള മൂലകങ്ങളെ സൂചിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന ചിഹ്നങ്ങളെയാണ് പ്രതീകങ്ങൾ എന്ന് പറയുന്നത്. അതിനാണ് പ്രതീകങ്ങൾ എന്ന് പറയും. ഇപ്പോൾ ഹൈഡ്രജനെ നമ്മൾ എച്ച് വെച്ചിട്ടാണ് സൂചിപ്പിക്കുക. ആ ചിഹ്നം എച്ച് എന്ന് പറഞ്ഞ ചിഹ്നം വെച്ചിട്ടാണ് നമ്മൾ ഹൈഡ്രജനെ സൂചിപ്പിക്കുക. അതെങ്ങനെയായിരിക്കും വന്നിട്ടുണ്ടാവുക? ഹൈഡ്രജൻ ഇംഗ്ലീഷിൽ എഴുതൽ ഇങ്ങനെയല്ലേ. അപ്പോൾ ഹൈഡ്രജൻ്റെ ഫസ്റ്റ് ഈ എച്ചാണ്, എച്ച് വെച്ചിട്ടാണ് സൂചിപ്പിക്കുക. അങ്ങനെ അക്ഷരങ്ങൾ ഉപയോഗിച്ച് മൂലകങ്ങളെ സൂചിപ്പിക്കുന്ന ഈ ആധുനിക പ്രതീക സമ്പ്രദായം ആവിഷ്കരിച്ചത് ആരെന്ന് ഒരു വൺ വേർഡ് ആയിട്ട് ചോദിച്ചാൽ ഒരു മാർക്കിന് വന്ന ആരാണ്? ബെർസീലിയസ്. ആരാണ്? ബെർസീലിയസ്. ഇത് മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളെ ഇപ്പോൾ ക്യാഷിൻ്റെ ചിഹ്നം, ഹോസ്പിറ്റലിൻ്റെ, ഇങ്ങനെ ഒരുപാട് ചിഹ്നങ്ങളുണ്ട്. അതേപോലെ മൂലകങ്ങളെ അങ്ങനെ ആവിഷ്കരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ളൊരു സമ്പ്രദായം കൊണ്ടുവന്നത് ആരാണ്? ബെർസീലിയസ് ആണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും ഇപ്പോൾ സൂചിപ്പിക്കാൻ, കംപ്ലീറ്റ് ഇങ്ങനെ എഴുതണ്ട. ഈ എച്ച് എന്ന് പറഞ്ഞാൽ അപ്പം നമുക്ക് ഹൈഡ്രജൻ എന്ന് ഓർമ്മ വേണം. അതേപോലെ തന്നെ ഓക്സിജനെ ഒ വെച്ചിട്ട്, നൈട്രജനെ എൻ വെച്ചിട്ട്, കാർബണിനെ സി വെച്ചിട്ട്, ഇങ്ങനെയൊക്കെ ഇല്ലേ. അപ്പോൾ ചില പ്രതീകങ്ങളെ എങ്ങനെയാണ് വന്നിട്ടുണ്ടാവുക? അവരുടെ ഫസ്റ്റ് ഇംഗ്ലീഷ് പേരിൻ്റെ ആദ്യ അക്ഷരം. ഇപ്പോൾ ഹൈഡ്രജൻ ഞാൻ പറഞ്ഞില്ലേ, ഹൈഡ്രജന് എച്ച് അല്ലേ, ഹൈഡ്രജൻ. അതേപോലെ കാർബൺ നോക്കി, കാർബൺ കണ്ടില്ല, സി അല്ല ഫസ്റ്റ് അക്ഷരം. നൈട്രജന് നോക്കി, നൈട്രജൻ എൻ. സൾഫർ നോക്ക്, സൾഫർ എസ്. ഓക്സിജൻ നോക്കി, ഓക്സിജൻ ഓല് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഇംഗ്ലീഷ് പേരിൻ്റെ ആദ്യാക്ഷരം വരുന്ന കുറേ എണ്ണമുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ മൂലകങ്ങളുടെ പേരൊക്കെ പഠിച്ചിരിക്കണം കേട്ടോ, നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അതൊക്കെ ഓരോ മൂലകങ്ങളാണ്. ഒരുപാട് 118ഓളം മൂലകങ്ങളുണ്ട്. അപ്പോൾ അതിൽ കുറേ അത്യാവശ്യം മൂലകങ്ങളൊക്കെ എന്തായാലും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം ഇതിനൊക്കെ ഫസ്റ്റ് അക്ഷരമാണ് കിട്ടിയിട്ടുള്ളത് അല്ലേ, പ്രതീകം. അപ്പോൾ കാർബണിൻ്റെ പ്രതീകം എന്തെന്ന് ചോദിച്ചാൽ സി എന്ന് പറയാൻ കിട്ടണം. നൈട്രജൻ്റെ എന്താണ്? ഇത് സുഖമാണ്, എന്നിൽ തുടങ്ങണേ. സൾഫറിൻ്റെ ആകുമ്പോൾ എസ്, ഓക്സിജൻ്റെ ആകുമ്പോൾ ഒ, ഇങ്ങനെ കിട്ടാൻ സുഖമാണ്. പിന്നെ ചിലതിൽ എന്ത് ചെയ്യും, ഇതിലിപ്പോൾ ഒരക്ഷരമേ ഉള്ളൂ, ഫസ്റ്റ് അക്ഷരം മാത്രമേ എടുത്തിട്ടുള്ളൂ. കാർബണിൻ്റെ ഫസ്റ്റ് സി, നൈട്രജൻ്റെ ഫസ്റ്റ് എൻ, അങ്ങനെ എടുത്തിട്ടുള്ളൂ. ചിലതിൽ എന്ത് ചെയ്യുന്നറിയോ, രണ്ടക്ഷരം എടുക്കും. ഇപ്പോൾ അലുമിനിയം ഇംഗ്ലീഷ് പേര് തന്നെയാണ് വന്നിട്ടുള്ളത്, പക്ഷെ രണ്ടക്ഷരം, എയും എടുത്തിട്ടുണ്ട്, എല്ലും എടുത്തിട്ടുണ്ട്, അലുമിനിയം. അതുപോലെ ക്ലോറിനിൽ ഈ സി എടുത്തിട്ടുണ്ട്, ക്ലോറിൻ. ഇങ്ങനെ കണ്ടാൽ തന്നെ ക്ലോറിൻ, എല്ല് സി എൽ കണ്ട ക്ലോറിൻ എന്ന് വായിക്കണം. ഇത് അലുമിനിയം, എ എൽ. അതേപോലെ തന്നെ ക്യൂറിയം, സി എം. കാൽസ്യം, സി എ. ഇങ്ങനെ കണ്ടില്ലേ, വേറൊരു അക്ഷരം കൂടി ചേർത്തിട്ട് ഉപയോഗിക്കുന്നതുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ടെക്സ്റ്റ് ചിലപ്പം ഈ ചാപ്റ്ററൊക്കെ ടെക്സ്റ്റ് വായിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തോന്നും. അത് വായിച്ചാൽ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ സ്ക്രീനിൽ കൊടുക്കുന്നതെങ്കിലും പഠിക്കുക. ഈ സ്ക്രീനിൽ പോസ് ചെയ്ത് എഴുതിയെടുക്കുകയോ അല്ലെങ്കിൽ പിന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ പഠിക്കുക. കാരണം ടെക്സ്റ്റ് ഇത് വായിക്കുമ്പോൾ ചിലപ്പം കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. കാരണം നിങ്ങൾക്ക് അറിയാത്ത ഓരോ ടേമുകളാണ് വരുന്നത്. അപ്പോൾ ഇവർ പറയുന്നുണ്ട് ഇത് ബുദ്ധിമുട്ടാണ്, കെമിസ്ട്രിയാണ് ടഫ് എന്നൊക്കെ. പിന്നെ ചിലതിന് എങ്ങനെയാണ് നെയിം വന്നിട്ടുണ്ടാവുക, അവരുടെ ലാറ്റിൻ പേരിൽ നിന്നാണ്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഇംഗ്ലീഷ്, അതേ ഇംഗ്ലീഷിലത്തെ ഫസ്റ്റ് അക്ഷരം ഹൈഡ്രജൻ എടുത്തേൽക്ക്. പിന്നെ നമ്മൾ അലുമിനിയം പറഞ്ഞു, രണ്ടക്ഷരം എടുത്തിട്ട് എ എൽ. അതേപോലെ ലാറ്റിൻ പേരിൽ നിന്ന് വരും. അപ്പോൾ സോഡിയത്തിനെ നമ്മൾ എസ് വെച്ചിട്ടാണോ? അല്ല, എൻ എ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മളായിരിക്കും എൻ എ എവിടുന്ന് വന്നത്? നാട്രിയം എന്ന് ആണ് അതിൻ്റെ ലാറ്റിൻ പേര്. അപ്പോൾ അതിൽ നിന്ന് വന്നതാണ്. അതുപോലെ പൊട്ടാസ്യം
പൊട്ടാസ്യം പി ആണ് നമ്മൾ സൂചിപ്പിക്കുക, അല്ല, അത് തെറ്റാണ്. അപ്പോൾ നിങ്ങളോട് പ്രതീകം എഴുതാൻ പറഞ്ഞാൽ നിങ്ങളിത് അറിഞ്ഞിരിക്കണം, അറ്റ്ലീസ്റ്റ് ടെക്സ്റ്റിൽ കൊടുത്തെങ്കിലും പഠിക്കണം. അപ്പോൾ കാലിയം, അപ്പോൾ കെ വെച്ചിട്ടാണ്. ഇരുമ്പിൻ്റെ ലാറ്റിൻ പേരെന്താണ്? ഫെറം, അപ്പോൾ Fe. പിന്നെ സ്വർണത്തിൻ്റെ എന്താണ്? ഓറം, Au. ഇപ്പോൾ സ്വർണത്തിൻ്റെ ഒക്കെ അറിഞ്ഞിരിക്കണം, Au. നമ്മൾ വിചാരിക്കും ഗോൾഡ് അല്ല സ്വർണം, G ആണ്, G അല്ല, എന്താണ്? Au. അതേപോലെ തന്നെ കോപ്പർ പിന്നെ നമുക്ക് കുപ്രത്തിൽ എന്ന് പറഞ്ഞ ലാറ്റിൻ പേരിൽ നിന്നാണ് വന്നത്. എന്നാൽ കോപ്പർ പിന്നെ നമുക്ക് കിട്ടും, കോപ്പർ തന്നെ, Cu, സിയിൽ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ സ്വർണ്ണമൊക്കെ കണ്ടില്ല, ഒരു ബന്ധമില്ലാത്തതാണ്, Au. കാരണം അതിൻ്റെ ലാറ്റിൻ പേരിൽ നിന്നാണ് വന്നത്. ഇരുമ്പും അതുപോലെ തന്നെ Fe, പൊട്ടാസ്യം. അപ്പോൾ ഇതിൻ്റെയൊക്കെ പേര് വന്നത് എങ്ങനെയാണ്? ആ സിമ്പലും ഇതൊക്കെ പഠിക്കണം. പിന്നെ ചില മൂലകങ്ങൾക്ക് അവരുടെ രാജ്യങ്ങളുടെ പേരിൽ നിന്ന് വരും. ഫ്രാൻസിയം എന്ന് പറഞ്ഞ മൂലകമുണ്ട്, അതിൽ നിന്ന് എവിടെ നിന്നായിരിക്കും? ഫ്രാൻസ് എന്ന് പറഞ്ഞ രാജ്യത്തു നിന്ന് വന്നതാണ് ആ പേര് വന്നത്. പിന്നെ ഐൻസ്റ്റീനിയം ഉണ്ട്, അതാരാ? ഐൻസ്റ്റീൻ അറിയില്ല, ശാസ്ത്രജ്ഞനെ, അപ്പോൾ ശാസ്ത്രജ്ഞൻ്റെ പേരിൽ നിന്ന് വരും. പിന്നെ അതേപോലെ തന്നെ ക്രോമിയം എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ക്രോമ എന്ന് പറഞ്ഞ ലാറ്റിൻ വേർഡിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അതിന് ക്രോമ എന്ന് പറഞ്ഞാൽ എന്താണ്? നിറം എന്നാണ്, അപ്പം അങ്ങനെ ക്രോമിയം. പിന്നെ ഉണ്ട് ഇറിഡിയം, അതും ഇതുപോലെ തന്നെ ലാറ്റിൻ പേരിൽ നിന്നാണ് വന്നത്. പിന്നെ നെപ്റ്റ്യൂണിയം ഉണ്ട്, ഗ്രഹത്തിൽ നിന്ന് വന്നത്, അത് ഇതിൽ കൊടുത്തിരുന്ന് അത് കാണാനില്ല. ഗ്രഹത്തിൻ്റെ പേരിൽ നിന്ന് വന്ന നെപ്റ്റ്യൂണിയം ഉണ്ട്. അപ്പോൾ ഇറിഡിയം ഉണ്ട്, ഇറിഡിയത്തിനൊക്കെ പേര് വന്നത് ലാറ്റിൻ എന്നാണ്. അതുപോലെ ഗ്രഹത്തിൻ്റെ പേരിൽ നിന്ന് വന്നത് ആരാണ്? നെപ്റ്റ്യൂണിയം. നെപ്റ്റ്യൂണിയം. അങ്ങനെ ഗ്രഹത്തിൻ്റെ പേരിൽ നിന്നും, ക്രോമിയം കണ്ടില്ലേ, നിറം, ഗ്രഹം, നിറത്തിൽ നിന്നും, ഗ്രഹത്തിൻ്റെ പേരിൽ നിന്നും, ശാസ്ത്രജ്ഞന്മാരുടെ പേരിൽ നിന്നും, രാജ്യത്തിൻ്റെ പേരിൽ നിന്നും ഒക്കെ വരുന്നുണ്ട്. ഒക്കെ മനസ്സിലാക്കിയില്ലേ? ഇംഗ്ലീഷ് അക്ഷരം വെച്ചിട്ട് പേരിടുന്നുണ്ട്. അങ്ങനെ മൂലകത്തിന് പല രീതിക്കും പേര് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടോട്ടൽ എത്ര മൂലകങ്ങളുണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞു, ടോട്ടൽ 118 മൂലകങ്ങളെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൽ കുറേ മൂലകങ്ങൾ പ്രകൃതിദത്തായ മൂലകമുണ്ട്, അതായത് പ്രകൃതിദത്താണ്. പിന്നെ കുറച്ച് മൂലകങ്ങൾ എന്ത് ചെയ്യും? നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ ഉണ്ടാക്കിയെടുത്തതുണ്ട്. അങ്ങനെയുള്ള മനുഷ്യനിർമ്മിത മൂലകങ്ങളും ഉണ്ട്. ഇനി നമ്മൾ നേരത്തെ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ ഒരു ആവർത്തന പട്ടിക തന്നിട്ടുണ്ട്. ആവർത്തന പട്ടികയിൽ എന്താണ് ശരിക്കും ചെയ്തിട്ടുള്ളത്? മൂലകങ്ങളെ വർഗീകരിച്ച് ക്രമപ്പെടുത്തിയ പട്ടികയാണ് ആവർത്തന പട്ടിക. അപ്പം മൂലകങ്ങളെ വർഗീകരിച്ച് ക്രമപ്പെടുത്തിയ ഒരു പട്ടികയാക്കിയിട്ട് നല്ല വെച്ചിട്ടുണ്ട്, നമുക്ക് പഠിക്കാൻ സുഖമല്ലേ? അങ്ങനെ വെച്ച പട്ടികയാണ് ആവർത്തന പട്ടിക. അപ്പോൾ പണ്ട് കാലങ്ങളിൽ എന്ത് ചെയ്തു? ശാസ്ത്രജ്ഞന്മാർ കുറേ ബുദ്ധിമുട്ടിയിരുന്നു അതായത് ഈ വർഗീകരിക്കാൻ വേണ്ടിയിട്ട്. പണ്ടൊന്നും ഇപ്പം ഞാൻ പറഞ്ഞു 118 മൂലകങ്ങളെ കണ്ടെത്തിയെന്ന്. പണ്ട് കാലങ്ങളിൽ എന്ത് ചെയ്യും? 118 മൂലകങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ലായിരുന്നു. വളരെ കുറച്ച് മൂലകങ്ങൾ കണ്ടെത്തിയിട്ട് പിന്നെ ഇങ്ങനെ കണ്ടുപിടിച്ച് വന്നതാണ്. പിന്നെ പ്രകൃതിദത്തമായിട്ടും മനുഷ്യനിർമ്മിതമായിട്ടൊക്കെ ഒരുപാട് മൂലകങ്ങളുണ്ട്. അപ്പോൾ ആ മൂലകങ്ങളൊക്കെ പണ്ട് മുതലേ വർഗീകരിക്കാൻ ശാസ്ത്രജ്ഞർ ശ്രമിച്ചിരുന്നു. അത് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കുറച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അതിനു മുന്നേ ഈ പീരിയോഡിക് ടേബിൾ നോക്കിയിട്ട് അതിൽ വാതകങ്ങൾ കുറേ മൂലകം ഉണ്ടെന്ന് പറഞ്ഞല്ല. അപ്പോൾ ചില മൂലകം നിൽക്കൽ വാതകാവസ്ഥയിലായിരിക്കും, ഗ്യാസ് ആയിട്ടായിരിക്കും നിൽക്കുക. അപ്പോൾ ആരൊക്കെയാണ്? നമ്മുടെ ഹൈഡ്രജന്, നൈട്രജൻ, ഓക്സിജൻ, ഇതൊക്കെ എന്താണ്? ഗ്യാസ് ആയിട്ടാണ് നിൽക്കുക അല്ലേ? ഗ്യാസ് ആയിട്ട് ഫ്ലോറിൻ, ഒരു 2-3 എക്സാമ്പിൾ പഠിക്കാം വാതകമായിട്ട് നിൽക്കുന്നതിന്. ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ, ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടല്ലേ? വാതകമല്ലേ? ഹൈഡ്രജൻ ഗ്യാസ്, ബലൂണിൽ ഗ്യാസ് ആയിട്ടല്ലേ നിൽക്കുന്നത്. പിന്നെ ഓക്സിജൻ നമ്മൾ ഗ്യാസ് ആയിട്ടല്ലേ ശ്വസിക്കുന്നത്. പിന്നെ എന്താണ്? പിന്നെ നമ്മൾ നൈട്രജന്, ഇതൊക്കെ എന്ത് ചെയ്യുക? പഠിക്കുക. കുറച്ചെണ്ണം പഠിച്ചാൽ മതിയാവും. ബാക്കി ഹീലിയം, നിയോൺ, ആർഗൺ, ക്ലോറിൻ, ഇതൊക്കെ. പിന്നെ ദ്രാവകമായിട്ടുള്ളൂ ഓർത്തിരുന്നുള്ളൂ, ആകെ 2 എന്തൊക്കെ? മെർക്കുറി വാതകമാണോ ഖരാവസ്ഥയിലാണോ കാണപ്പെടുക എന്ന് വെച്ചാൽ മെർക്കുറി വെള്ളമായിട്ടാണ് കാണപ്പെടുക, പോയിസണൊക്കെയാണ് മെർക്കുറി, നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ ബ്രോമിൻ, ഈ 2 ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്നു. പിന്നെ ഖരാവസ്ഥയിൽ നമ്മൾ നേരത്തെ സോഡിയം, നാട്രിയം, കാലിയം എന്നൊക്കെ പറഞ്ഞില്ലേ, അതിനൊക്കെ വന്ന സോഡിയം, പൊട്ടാസ്യം ഒക്കെ എന്താണ്? ഖരാവസ്ഥയിലാണ് കാണപ്പെടുക. എല്ലാ മെറ്റൽസും, നോൺ മെറ്റൽസും മെറ്റലോയിഡ്സും ഒക്കെ അങ്ങനെ കാണപ്പെടുക. അപ്പോൾ സോഡിയം, പൊട്ടാസ്യം, ഈ 2 എക്സാമ്പിളെങ്കിലും എന്ത് ചെയ്യുക? നിങ്ങൾ പഠിക്കുക. ഖരാവസ്ഥയിൽ കാണപ്പെടുന്ന എഴുതാൻ പറയാം. പിന്നെ നിങ്ങൾക്ക് ആലോചിച്ചാൽ മതി ആരൊക്കെയാണ്? നമ്മുടെ ഗോൾഡ് ഇല്ലേ? സ്വർണ്ണം എന്ന് എഴുതുക. സ്വർണ്ണം ഖരാവസ്ഥയിലല്ലേ കാണപ്പെടുക. വെള്ളിയൊക്കെ ഖരാവസ്ഥയിലല്ലേ കാണപ്പെടുക. അതൊക്കെ വേണമെങ്കിൽ എഴുതിയേക്കും. പിന്നെ കോപ്പർ, പിന്നെ അലുമിനിയം, അങ്ങനെയുള്ളതൊക്കെ എഴുതാം.
ഖരാവസ്ഥയിൽ കാണപ്പെടുന്നതിൽ. പിന്നെ ഞാൻ പറഞ്ഞു പണ്ട് കാലങ്ങളിൽ ഒരുപാട് ഒരു വഴിത്തിരിവായിട്ട് ഇങ്ങനെ വന്നാണ് ഇന്നത്തെ കാലഘട്ടത്തിലുള്ള നമ്മൾ ആ പീരിയോഡിക് ടേബിൾ കാണുന്നത്. പണ്ട് ഇതേപോലെയുള്ള നല്ല രീതിക്ക് ആർക്കും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഓരോ ശാസ്ത്രജ്ഞന്മാരെന്ത് ചെയ്യും, ഇങ്ങനെ ശ്രമിക്കും. അങ്ങനെ ശ്രമഫലമായിട്ട് ഇങ്ങനെ വന്നതാണിത്. ഇപ്പോൾ ഫസ്റ്റ് ആരാന്നറിയോ? നമ്മുടെ അന്റോയിൻ ലവോസിയ. ഈ പേര് പഠിക്കണം, അയാൾ എന്ത് ചെയ്തു എന്ന് പഠിക്കണം. അദ്ദേഹം മൂലകങ്ങളെ എന്ത് ചെയ്തു? ലോഹങ്ങൾ, അലോഹങ്ങൾ എന്നിങ്ങനെ വേർതിരിച്ചു. ലോഹങ്ങൾ, അലോഹങ്ങൾ എന്ന് പറഞ്ഞ് വേർതിരിച്ചത് ആരാണ്? അന്റോയിൻ ലവോസിയ. അത് പഠിക്കണം കേട്ടോ. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും എഴുതാൻ പറഞ്ഞാൽ അദ്ദേഹം എഴുതേണ്ട മൂലകങ്ങളെ ലോഹങ്ങൾ, അലോഹങ്ങൾ എന്നിങ്ങനെ തരംതിരിച്ചു. ആദ്യമായിട്ട് സിമ്പിളായിട്ടാണ് തരംതിരിച്ചത്. വെറും 2 കണ്ടില്ലേ? ലോഹങ്ങളേത്, അലോഹങ്ങളേത്, അങ്ങനെയാണ് ചെയ്തത്. പിന്നെ വന്നതാണ് ഡോ ബൊറൈനർ. അദ്ദേഹം എന്ത് ചെയ്തു എന്നറിയോ? മൂലകങ്ങളെ സമാന ഗുണങ്ങൾ മൂന്നെണ്ണം വീതമുള്ള ഗ്രൂപ്പുകളായി തിരിച്ചു. അന്ന് കുറച്ചേ കണ്ടെത്തിയിട്ടുള്ളൂ. അപ്പം 3 വീതമുള്ള ഗ്രൂപ്പുകളായി തിരിച്ചു. ഈ ഗ്രൂപ്പുകളെ ത്രികങ്ങൾ. അപ്പോൾ ത്രികങ്ങൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളോട് ഇങ്ങനെ 2 പട്ടിക എന്നിട്ട് ഇങ്ങനെ യോജിപ്പിക്കാൻ തരില്ല. ഇതിൽ കുറച്ച് സാധനങ്ങൾ തരും, ഇതിൽ കുറച്ച് സാധനങ്ങൾ തരും, എന്നിട്ട് ഇങ്ങനെ യോജിപ്പിക്കാൻ തരില്ലേ? അങ്ങനെയൊക്കെ വരുമ്പോൾ ത്രികങ്ങൾ എന്ന് കണ്ട അപ്പോൾ ഡോ ബൊറൈനർ. ലോഹങ്ങളും അലോഹങ്ങളും ആക്കി എന്ന് പറഞ്ഞാൽ അന്റോയിൻ ലവോസിയ. അപ്പോൾ 3 വീതമുള്ള, അതായത് 3 എലമെൻസിൻ്റെ അടുത്ത് മൂലകങ്ങൾ എടുത്തിട്ട് എന്ത് ചെയ്ത് ഗ്രൂപ്പുകളാക്കി. ഇപ്പോൾ അവർക്കൊക്കെ എന്തായിരിക്കും? ഒരേ ഗുണങ്ങളായിരിക്കും. ഇപ്പോൾ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. Li എന്ന് പറഞ്ഞാൽ ആരാണ്? ലിഥിയം. Na എന്ന് പറഞ്ഞാൽ സോഡിയം. K എന്ന് പറഞ്ഞാൽ ആര്? പൊട്ടാസ്യം. ഇവരെ 3 പേരെയും കൂടി ഒരു ഗ്രൂപ്പിലാക്കി. അതേപോലെ 3 എടുത്തിട്ട് ഗ്രൂപ്പ്, അതായത് ത്രികങ്ങൾ എന്നറിയപ്പെട്ടത്. ഈ 3 കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം. ഇവർക്കൊക്കെ ഒരേ സ്വഭാവമാണ്. അപ്പോൾ ഇവരെ 3 ഗ്രൂപ്പാക്കി, ഇവരെ 3 ഗ്രൂപ്പാക്കി. പിന്നെ ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, ഇവരെ 3 ഗ്രൂപ്പാക്കി. ഇതിൻ്റെയൊക്കെ അറ്റോമിക് മാസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അറ്റോമിക് മാസ് കൊടുത്തിട്ടുണ്ട് 7, 23, 39, 40, 87.6. ഇതൊന്നും നിങ്ങൾ പഠിക്കണമെന്നില്ല. അറ്റ്ലീസ്റ്റ് ഈ 3 മൂലകങ്ങളെ പേര് പഠിക്കുക. ഒരു ഗ്രൂപ്പ് ഏതാണ്? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം വരുന്നത്. പിന്നെ അടുത്ത ഗ്രൂപ്പ് ഏതാണ്? കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം വരുന്നത്. പിന്നെ അടുത്ത ഗ്രൂപ്പ് ഏതാണ്? ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. ഇങ്ങനെ പഠിച്ചാൽ മതി. ഈ അറ്റോമിക് മാസ് വേണ്ട. പിന്നെ അടുത്ത സെൻറ്റൻസ് പഠിക്കണം. ഈ മധ്യത്തിലുള്ള മൂലകത്തിൻ്റെ അറ്റോമിക് മാസ് മറ്റ് 2 മൂലകങ്ങളുടെ അറ്റോമിക് മാസിൻ്റെ ശരാശരിയാണ് എന്ന് ഇദ്ദേഹം പറഞ്ഞു. പിന്നെ ഇദ്ദേഹത്തിന് എല്ലാ മൂലകങ്ങളെയും 3 ആക്കാൻ പറ്റുമോ? ഇല്ല. കുറച്ച് മൂലകങ്ങളെ മാത്രമാണ് ഈ രീതിയിൽ വർഗീകരിക്കാൻ സാധിച്ചത്. ഇപ്പോൾ ഈ പറഞ്ഞ മനസ്സിലായ മധ്യത്തിലുള്ള മൂലകത്തിൻ്റെ അറ്റോമിക് മാസ്. ഇപ്പോൾ സോഡിയത്തിൻ്റെ അറ്റോമിക് മാസ് എത്രയാണ്? 23 സോഡിയത്തിൻ്റെ അറ്റോമിക് മാസ് എന്താണ്? 23 കൊടുത്തിട്ടുള്ളത് കണ്ടില്ലേ? അത് 39ഉം 7ഉം കൂട്ടിയിട്ട് ശരാശരി കാണില്ല എങ്ങനെയാണ്? 2 കൂട്ടിയിട്ട് എത്ര എണ്ണം ഉണ്ടോ അത്രയായിട്ട് ആയിരിക്കുക, 2 ആയിരിക്കുക. അപ്പോൾ 39ഉം 7 എത്രയാണ്? നിങ്ങൾക്ക് കൂട്ടി നോക്കിയാൽ മതി. 39ഉം 1 എത്രയാണ്? 40. 46/2 ചെയ്ത് 23 കിട്ടിയില്ലേ? അപ്പോൾ 23. അതേപോലെ തന്നെ ഇത് 2ഉം കൂടി കൂട്ടിയിട്ട് 2 ഹരിച്ചാൽ ഇത് കിട്ടും. ഇത് 2ഉം കൂട്ടുക, നിങ്ങൾ ഹരിച്ച് നോക്കുക, 2 ഹരിച്ച് നോക്കിയാൽ ഇത് കിട്ടും. അങ്ങനെ എന്ത് ചെയ്യും? അങ്ങനെ അത് കിട്ടും. അതൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ, കിട്ടുന്നുണ്ടോയെന്ന്. ഏകദേശം ആയാലും കിട്ടും. അങ്ങനെയാണ് അദ്ദേഹം ചെയ്തത്. അപ്പോൾ ത്രികങ്ങൾ എന്ന് പറയുമ്പോൾ ആരെ ഓർക്കണം? ഡോ ബൊറൈനറെ ഓർക്കണം. അപ്പോൾ ഇതൊക്കെയാണ് എക്സാമിനൊക്കെ നിർബന്ധമായിട്ട് ഇവിടെയൊക്കെ ക്വസ്റ്റ്യൻസ് വരും. അന്റോയിൻ ലവോസിയ എന്താ ചെയ്തത്? ത്രികങ്ങൾ എന്താണെന്ന് ചോദിക്കും. അപ്പോൾ എന്താണ്? ഡോ ബൊറൈനറെ പറ്റി എഴുതുക. ഈ മൂലകങ്ങളെ സമാനമായി ഗുണങ്ങളുള്ള 3 വീതമുള്ള ഗ്രൂപ്പുകളായി തിരിച്ചു. ഈ ഗ്രൂപ്പുകളാണ് ത്രികങ്ങൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ത്രികങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ അന്തം വിടരുത്, ഇത് പഠിക്കണം. പിന്നെ ഈ പോയിൻറ്റ്സ് ഒക്കെ പഠിക്കണം. ഈ സ്ക്രീനിൽ കാണിച്ച പോയിൻറ്റ്സ് ഒക്കെ പഠിക്കണം. ടെക്സ്റ്റ് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇത് മാത്രം പഠിച്ചാൽ മതി. പിന്നെ അടുത്ത സയൻറ്റിസ്റ്റാണ് ന്യൂലാൻഡ്സ്. അദ്ദേഹം മൂലകങ്ങൾ അറ്റോമിക് മാസിൻ്റെ ആരോഹണ ക്രമത്തിൽ, ആരാണ്? അറ്റോമിക് മാസ്സാണ്. അറ്റോമിക് മാസ് കൂടി വരുന്ന, ആരോഹണം എന്ന് പറഞ്ഞാൽ കൂടി വരുന്നതാട്ടാ, കൂടി വരുന്ന ക്രമത്തിൽ ക്രമീകരിച്ചു. ആദ്യം ഇപ്പം ഇവക്ക് അറ്റോമിക് മാസ്സാന്ന് പറഞ്ഞില്ലേ? ഇതിൻ്റെ 7, 23, 39 ഇതിങ്ങനെ കൂടി വരുന്ന ക്രമത്തിൽ വർഗീകരിച്ചു. ശരിയാണ്, കൂടി വരുന്ന രീതിയിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇദ്ദേഹം കണ്ടെത്തിയൊരു കാര്യം എന്താ അറിയോ? ന്യൂലാൻഡ്സ് 8ാമത് വരുന്ന ഒരു മൂലകം ഉണ്ടാവില്ലേ, അതിന് ആദ്യത്തേതിൻ്റെ ഗുണങ്ങളിൽ ആദ്യത്തേതിൻ്റെ ആവർത്തനമാണെന്ന് അദ്ദേഹം കണ്ടെത്തി. ഇപ്പോൾ ഈ ലിഥിയം 1, 2, 3, 4, 5,
6 7 വന്ന്. ഇനി 8ാമത് വീണ്ടും സോഡിയം വന്ന്. അപ്പോൾ ഇവർക്ക് രണ്ടാൾക്കും ഒരേ സ്വഭാവം. പിന്നെ ഇവർക്ക് രണ്ടാൾക്കും ഒരേ സ്വഭാവം. ഇങ്ങനെ ഇത് കഴിഞ്ഞ് ഇപ്പോൾ ഇത് ബെറീലിയം കഴിഞ്ഞിട്ട് എണ്ണുകയാണെങ്കിൽ 1 2 3 4 5 6 7 8. അപ്പോൾ ഈ 1 8നും. പിന്നെ ബോറോൺ ആരുമായിട്ടാണ് അതിൻ്റെ 8ാമത്തെ മൂലകം എടുത്ത് നോക്കുക. 1 2 3 4 5 6 7 8. അപ്പോൾ ബോറോണും അലുമിനിയം അങ്ങനെ താഴെ കൊടുത്തിട്ട് ഇവർക്കൊക്കെ എന്താണ് 8ാമത് വരുന്ന മൂലകത്തിനും ഒരേ സ്വഭാവമാണെന്ന് പറഞ്ഞു. അത് അദ്ദേഹം എന്താ പറഞ്ഞത്, ഇതിൽ സംഗീതത്തിലെ സപ്തസ്വരങ്ങളുമായിട്ട് താരതമ്യം ചെയ്തു. ഈ വർഗീകരണം അഷ്ടക നിയമം എന്നറിയപ്പെടുന്നു. 8 ഇത് അഷ്ടക നിയമം. അപ്പോൾ അഷ്ടക നിയമം ആരതാണ്? ന്യൂലാൻഡ്സിൻ്റെ ആണ്. അപ്പോൾ ഇങ്ങനെ അപ്പുറത്തെ കുളത്തിൽ അഷ്ടക നിയമം, ഇപ്പുറത്തെ കുളത്തിൽ ന്യൂലാൻഡ്സ് തന്നാൽ നിങ്ങൾക്ക് യോജിപ്പിക്കാൻ കഴിയില്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് സംഗീതത്തിലെ സപ്തസ്വരങ്ങൾ എന്ന് പറയാൻ കാരണം? നിങ്ങൾ കേട്ടില്ലേ? സാ രി ഗ മ പ ദ നീ കഴിഞ്ഞാൽ പിന്നെ സായല്ലേ വരുന്നത്. സാല് തുടങ്ങിയിട്ട് വീണ്ടും സാല അവസാനിക്കുന്നത്. അല്ല പിന്നെ സാലല്ല. അതേപോലെയാണ് എന്ത് ലിതി. ഈ 8ാമത് വരുന്നത് ഒരേ സ്വഭാവമുള്ളവരായിരിക്കും. ഫസ്റ്റത്തെ മൂലകം ലിഥിയം കഴിഞ്ഞിട്ട് ബെറീലിയം, ബോറോൺ, കാർബൺ ഇവർക്കൊന്നും ഒരേ സ്വഭാവമാവില്ല. ഇനി ലിഥിയത്തിൻ്റെ സ്വഭാവം കിട്ടൽ ആർക്കായിരിക്കും? 8ാമത് വരുന്നതിനായിരിക്കും. അതുപോലെ ബെറീലിയം കഴിഞ്ഞിട്ട് അടുത്ത 8ാമത് വരുന്നത് മഗ്നീഷ്യാണ്. അപ്പോൾ ഇവർ രണ്ടാളും ആയിരിക്കും ഒരേ സ്വഭാവമുള്ളവർ. പിന്നെ ബോറോൺ കഴിഞ്ഞിട്ട് 8ാമത് വരുന്നത് ഇവർ ഒന്നും ഒരേപോലെ ആവില്ല. 8ാമത് വരുന്നത് എന്തായിരിക്കും? ഒരേപോലെ ആയിരിക്കും. അങ്ങനെ പറഞ്ഞത് ആരാണ്? നമ്മുടെ ന്യൂലാൻഡ്സ്. പിന്നെ മെൻ്റലീഫ് ഇല്ലേ, അന്ന് 63 മൂലകം, ഇന്നിപ്പോൾ 118 മൂലകം അറിയപ്പെടുന്നത്. അന്ന് 63 മൂലകങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതിനെ ഇതുപോലെ തന്നെ അറ്റോമിക് മാസിൻ്റെ കൂടി വരുന്ന ക്രമത്തിൽ, ആരോഹണ ക്രമത്തിൽ വർഗീകരിച്ചു. ഒരേ സ്വഭാവമുള്ള മൂലകങ്ങൾ ആവർത്തിക്കുന്നതായി കണ്ടെത്തി. അപ്പം നമ്മൾ ഇദ്ദേഹം പറഞ്ഞില്ലേ 8ാമത്തെ മൂലകം ആവർത്തിക്കുന്നത്, അതേപോലെ തന്നെ ഒരേ സ്വഭാവമുള്ള മൂലകങ്ങൾ ഇടവേളകളിൽ ആവർത്തിക്കുന്നതായിട്ട് ആര് കണ്ടെത്തി? നമ്മുടെ മെൻ്റലീഫ് കണ്ടെത്തി. പിന്നെ ഈ പോയിന്റ് പഠിക്കണം കേട്ടോ. എല്ലാ മൂലകങ്ങളെയും ഇത്തരത്തിൽ ആർക്ക്? ന്യൂലാൻഡ്സിന് ക്രമീകരിക്കാൻ പറ്റിയില്ല. 8ാമത് വരുന്നത് ഒരേ ഗുണമാവണമെന്ന് ഇല്ല. കുറേയൊക്കെ പറ്റി, കുറേ കഴിഞ്ഞപ്പോൾ പറ്റിയില്ല. അപ്പം മെൻ്റലീഫിൻ്റെ ഒരു ആവർത്തന നിയമമുണ്ട്. 1869 അദ്ദേഹം കൊടുത്ത ഒരു നിയമമുണ്ട്. അതെന്താണെന്നറിയാം? മൂലകങ്ങളുടെ അറ്റോമിക് മാസിൻ്റെ അറ്റോമിക് മാസിൻ്റെ അടിസ്ഥാനത്തിലല്ലേ, ആരോഹണക്രമത്തിലല്ലേ വർഗീകരിച്ചിരിക്കുന്നത്? അറ്റോമിക് മാസിൻ്റെ ആരോഹണക്രമത്തിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലോ എന്താ അറിയപ്പെടുന്നതെന്ന് അറിയോ? മൂലകങ്ങളുടെ രാസസ്വഭാവവും രാസഭൗതിക ഗുണങ്ങൾ എന്താണ്? അവയുടെ എന്തിനാശ്രയിച്ചിരിക്കും? അറ്റോമിക് മാസിൻ്റെ ആവർത്തന ഫലങ്ങളാണ്. മൂലകങ്ങളുടെ രാസഭൗതിക ഗുണങ്ങൾ അവയുടെ അറ്റോമിക് മാസിൻ്റെ ആവർത്തന ഫലങ്ങളാണ്. അപ്പോൾ ഈ സെൻറ്റൻസ് പഠിക്കണം. മെൻ്റലീഫിൻ്റെ ആവർത്തന നിയമം എക്സാമിന് ചോദിക്കും. അപ്പോൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അദ്ദേഹം വർഗീകരിച്ചത് ഇതുപോലെയാണ്. പക്ഷേ ഇന്നത്തെ പീരിയോഡിക് ടേബിൾ ഇതേപോലെയാണോ കാണാൻ? നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇങ്ങനെയുള്ളൊരു ഇതല്ലേ കൊടുത്തിട്ടുള്ളത്? ഇങ്ങനെയാണ് താഴെയും കൊടുത്തിട്ടുണ്ടാവും. അല്ലാതെ ഇങ്ങനെയല്ലല്ലോ. അപ്പോൾ ഇതായിരുന്നു പണ്ട്. അതിൽ ഗ്രൂപ്പ് ഉണ്ടായിരുന്നത്. ഇങ്ങനെ വരുന്നതിനെ ഗ്രൂപ്പ് എന്ന് പറയും. പിന്നെ എന്തുണ്ടായിരുന്നു? ഇങ്ങനെ വരുന്നതിനെ ഗ്രൂപ്പ് എന്ന് പറയും. ഇങ്ങനെ താഴേക്ക് വരുന്നതിനെ പീരീഡ് എന്നും പറയും. ഇത് ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പ്, തേർഡ് ഗ്രൂപ്പ്, അങ്ങനെ 4 5 6 7 8 അങ്ങനെ ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. കണ്ട് താഴേക്ക് എന്തായി? പീരീഡ്. ഇങ്ങനെ വർഗീകരിച്ച ഈ ടേബിളായിരുന്നു ഇത്. അപ്പം മെൻ്റലീഫിൻ്റെ ആവർത്തന പട്ടികയുടെ സവിശേഷതകൾ അറിഞ്ഞിരിക്കണം ചോദിക്കും. കാണാതെ പഠിക്കണം കേട്ടോ. അപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് വർഗീകരിച്ചത്? അറ്റോമിക് മാസിൻ്റെ ആരോഹണ ക്രമത്തിലാണ് വർഗീകരിച്ചത്. പിന്നെ അദ്ദേഹം ചെയ്ത നല്ലൊരു കാര്യം എന്താ പറയുക? അന്ന് 63 മൂലകങ്ങളെ കണ്ടെത്തിയിട്ടുള്ളൂ. പക്ഷെ അദ്ദേഹം അറിയപ്പെടാതിരുന്ന മൂലകങ്ങൾക്കായിട്ട് എന്ത് ചെയ്യും? കളങ്ങൾ ഒഴിച്ചിട്ടു. ഇവിടെ ഇന്നൊരു മൂലകം വരാനുണ്ട് എന്ന് പറഞ്ഞു. മാത്രമല്ല പറഞ്ഞത്, അതിൻ്റെ ഗുണങ്ങളും പറഞ്ഞ ഇനി ഭാവിയിൽ ഇന്ന മൂലകങ്ങൾ കണ്ടുപിടിക്കും. അതിനെന്തായിരിക്കും? ഈ സ്വഭാവങ്ങളൊക്കെ ആ മൂലകങ്ങൾക്ക് ഉണ്ടാവുമെന്ന് അദ്ദേഹം പ്രവചിച്ചു. പിന്നെ ഭാവിയിൽ കണ്ടുപിടിച്ച് അത് ശരിയാണെന്നും വെച്ചു. അതും അദ്ദേഹത്തിൻ്റെ വലിയൊരു അഡ്വാൻറ്റേജസ് ആണ്. പിന്നെ സമാന ഗുണങ്ങൾ ഉള്ള മൂലകങ്ങൾ ഒരേ ഗ്രൂപ്പിൽ വരത്തക്ക വിധം വർഗീകരിക്കുമ്പോൾ എന്തായിരിക്കണം? ഒരേ ഗ്രൂപ്പിൽ വരേണ്ടത് ആരാണ്? ഒരേ സ്വഭാവമുള്ളവരായിരിക്കണം. അങ്ങനെ വർഗീകരിച്ചു.
അപ്പോൾ ഇതെന്താണ്, ഇത് പഠനം എളുപ്പമാക്കി. മൂലകങ്ങളുടെയും പിന്നെ മൂലകങ്ങൾ ചേർന്ന സംയുക്തങ്ങൾ ഉണ്ടാവില്ലേ, അപ്പോൾ അതിൻ്റെയൊക്കെ പഠിക്കാനുള്ള എളുപ്പം ഉണ്ടായി. പിന്നെ അറ്റോമിക് മാസിൻ്റെ ആരോഹണ ക്രമത്തിലാണ് നമ്മൾ പറഞ്ഞത് വർഗീകരിച്ചത്. പക്ഷെ അത് എല്ലായിടത്തും എന്ത് ചെയ്തില്ല, പാലിക്കാൻ കഴിഞ്ഞില്ല. അതൊരു പോരായ്മയാണ്. ഇപ്പോൾ പോരായ്മ ചോദിച്ചാൽ എഴുതേണ്ടതാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ പോരായ്മ ആയിട്ട് വരുന്നത് എന്താണ്, നമ്മുടെ ഹൈഡ്രജൻ ഇല്ലേ, ഹൈഡ്രജന് സ്ഥാനം നൽകാൻ പറ്റിയില്ല. കാരണം ഹൈഡ്രജന് കുറച്ച് പ്രത്യേകതകളുണ്ട്, പലരുമായിട്ട് സാദൃശ്യം കാണിക്കും. അപ്പോൾ ഹൈഡ്രജന് എന്ത് ചെയ്യുക, പ്രത്യേക സ്ഥാനം നൽകാൻ കഴിഞ്ഞില്ല. പിന്നെ ഇങ്ങനെ വർഗീകരിച്ച് അറ്റോമിക് മാസ് കൂടി വരുന്നതും പിന്നെ അതേപോലെ ഒരേ ഗ്രൂപ്പിൽ ഒരേ സ്വഭാവമുള്ളവരൊക്കെ ഇടാൻ ശ്രമിച്ചെങ്കിലും ഗുണങ്ങളിൽ വളരെയധികം വ്യത്യാസമുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തേണ്ടി വരും. ചില ഗ്രൂപ്പിൽ എന്ത് ചെയ്തു, എല്ലാവരും ഒരേ സ്വഭാവമുള്ളതാണ്. പക്ഷെ ചില ഗ്രൂപ്പിൽ വർഗീകരിച്ച് വന്നപ്പോൾ എന്ത് ചെയ്തു, പല സ്വഭാവമുള്ളവരും കൂടി ഒരു ഗ്രൂപ്പിലൊക്കെ അയക്കണേ. അങ്ങനെയുള്ള പോരായ്മ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇന്ന് കാണുന്ന പീരിയോഡിക് ടേബിൾ ആരുടെ ഫലമാണെന്നറിയോ, മോസ്ലി എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ്റെ ഫലമായിട്ടുണ്ടായതാണ്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തെന്നറിയാം, അദ്ദേഹം എന്താ ചെയ്തത്, മൂലകങ്ങളുടെ രാസഭൗതിക ഗുണങ്ങൾ അവയുടെ അറ്റോമിക നമ്പറിൻ്റെ, ഇത്രയും നേരം നമ്മൾ ആരൊക്കെ മോസ്ലി ആയാലും ന്യൂലാൻഡൊക്കെ ആയാലും മാസിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇദ്ദേഹം എന്താ പറഞ്ഞത്, അറ്റോമിക് നമ്പറിൻ്റെ ആവർത്തന ഫലങ്ങളാണെന്ന് കണ്ടെത്തി. അപ്പോൾ ഇന്ന് നാം ഉപയോഗിക്കുന്ന ആവർത്തന പട്ടിക ആര് സംഭാവനയാണ്, മോസ്ലിയുടെ സംഭാവനയാണ്. അപ്പം അതും പഠിക്കണം. ഇനി നമുക്ക് അടുത്തത് തന്മാത്രകളുടെ രാസസൂത്രം. എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ നൈട്രജനെ സൂചിപ്പിക്കാനാണ്. അപ്പം ഇതെന്താ സൂചിപ്പിക്കുന്നത്, നൈട്രജൻ ആറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ 2 നൈട്രജൻ, ഇങ്ങനെ രണ്ട് എന്ന് സൂചിപ്പിച്ചാൽ എന്തായിരിക്കും, 2 സ്വതന്ത്രമായി, ഇതൊറ്റ നൈട്രജൻ ആറ്റാണ്. ഇതെന്താണ്, 2 എണ്ണം സ്വതന്ത്രമായി നിൽക്കണം, സ്വതന്ത്ര ആട്ടാ നൈട്രജൻ ആറ്റാണ് അത്. പിന്നെ ഈ 2 താഴെയാണ് വന്നിട്ടെങ്കിലോ ഇതിനെന്താ പറയുക, ഇത് ആറ്റം 2 ആറ്റം ചേർന്നുണ്ടായ എന്താണ്, തന്മാത്രയാണ്. ഇങ്ങനെ വന്നാൽ തന്മാത്രയാണ്. ഇങ്ങനെ രണ്ട് എന്ന് പറയാൻ 2 നൈട്രജൻ ആറ്റമാണ്. പക്ഷെ ഇങ്ങനെ വന്നാൽ ഇതൊരു തന്മാത്രയാണ്. എന്താണത്, തന്മാത്ര. 2 ആറ്റങ്ങൾ ചേർന്നിട്ടാണ് ഉണ്ടായിട്ടുള്ള ഒരു തന്മാത്രയാണ് താഴെ വന്നാൽ. അപ്പോൾ ഇതെന്തായിരിക്കും, 2 തന്മാത്ര ആയിരിക്കും. ഇങ്ങനെ ഇട്ടാൽ 2 തന്മാത്ര ആയിരിക്കും. അപ്പോൾ എത്ര, 2 ടോട്ടൽ 4 നൈട്രജൻ ഉണ്ട്. അപ്പോൾ 2 നൈട്രജൻ തന്മാത്രയാണിത്. ഓക്കെ, ഇതെന്താണ്, 1 നൈട്രജൻ തന്മാത്ര. അപ്പോൾ ഇവിടെ 2 ഇട്ട് കൊടുത്താൽ എന്താ, 2 നൈട്രജൻ. ഇവിടെ 3 ഇട്ട് കൊടുത്താൽ 3 നൈട്രജൻ തന്മാത്ര. അങ്ങനെ വരില്ലേ. ഇത് ഇങ്ങനെ ഇട്ടാൽ അത് 2 ആറ്റം തന്മാത്ര ആവില്ല കേട്ടോ, തന്മാത്ര ആവില്ല, വെറും ആറ്റാണ്. 2 നൈട്രജൻ ആറ്റം. ഇവിടെ 3 ആണെങ്കിൽ 3 നൈട്രജൻ ആറ്റം, 4 ആണെങ്കിൽ 4 നൈട്രജൻ ആറ്റം. ഇങ്ങനെ വരിക. ഇനി നിങ്ങളോട് ഏകാറ്റോമിക മൂലകം ഇങ്ങനെ ആറ്റങ്ങൾ തന്നിട്ട് അത് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഹീലിയം, ഇവിടെ എത്ര ആറ്റം ഉണ്ട്, ഒറ്റ ആറ്റമുള്ളൂ. അപ്പോൾ അതെന്തായിരിക്കും, ഏകാറ്റോമിക. ഒന്നുള്ളെങ്കിൽ ഏകം, 2 ആണെങ്കിൽ 2 ആറ്റം ഉണ്ടെങ്കിൽ, ഓക്സിജൻ 2 എണ്ണമല്ലേ ഇവിടെ. അപ്പോൾ എന്താണ്, 2 ആറ്റം ഉണ്ടാകുമ്പോൾ ദ്വയാറ്റോമികം. ഇവിടെ S8 ആണ്, അപ്പോൾ 3 എണ്ണം ഉണ്ട്. അപ്പോൾ എന്താണ്, 2 വന്നാൽ എന്താ പറയേണ്ടത്, ബഹു അറ്റോമിക് മൂലകം എന്നാ പറയുക. അപ്പോൾ ഇത് എഴുതിയിട്ട് ഹോംവർക്കായിട്ട് കാണിച്ചു തരണേ. ഞാൻ പറയാം, ഹൈഡ്രജൻ എത്ര എണ്ണം വന്ന്, 2 ആറ്റാണുള്ളത്. അപ്പോൾ എന്തായിരിക്കും, ദ്വയാറ്റോമിക ആയിരിക്കും. P4 4 എണ്ണം വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കും, 2 കൂടിയാൽ ബഹു. പിന്നെ നിയോൺ 1 ഉള്ളൂ, അപ്പോൾ ഏകായിരിക്കും, ഏകാറ്റോമിക് ആയിരിക്കും. Cl2 2 എണ്ണമല്ലേ ഉള്ളൂ, അപ്പോൾ ആരായിരിക്കും, ദ്വയായിരിക്കും. ആർഗൺ 1 അല്ലേ ഉള്ളൂ, അപ്പോൾ ഏകം. പിന്നെ O3 3 എണ്ണമല്ലേ, അപ്പോൾ എന്തായിരിക്കും, ബഹു. 2 കൂടുതൽ വന്നാലൊക്കെ എന്തായിരിക്കും, ബഹു ആയിരിക്കും. നിങ്ങൾ തന്മാത്ര എന്ന് പറഞ്ഞാൽ ആറ്റവും തന്മാത്രയും തമ്മിലുള്ള വ്യത്യാസം എന്താ അറിയോ. ഇപ്പം നമ്മുടെ Cl ഒറ്റയ്ക്ക് നിന്നാൽ എന്ത് ചെയ്തു, ഞാൻ പറഞ്ഞു ഇങ്ങനെ നിന്നാൽ അത് Cl ആറ്റമാണ്. ഇങ്ങനെ ആണെങ്കിൽ എന്താ പറഞ്ഞത്, Cl തന്മാത്രയാണ്. അപ്പോൾ തന്മാത്ര പറയുമ്പോൾ ഒന്നിച്ചാണ് നിൽക്കുക, കണ്ടില്ലേ, ഇവർ രണ്ടാളും ഒന്നിച്ചല്ലേ, ഇതൊരു തന്മാത്രയാണ്. ഒരു തന്മാത്ര എന്നാ പറയാൻ പറ്റുള്ളൂ. 2 Cl ആറ്റംസ് ചേർന്ന് 2 തന്മാത്ര എന്ന് പറയാൻ പറ്റില്ല. ഇതൊരു തന്മാത്ര, ഇത് വേറൊരു തന്മാത്ര, ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇതിലെത്ര ആറ്റങ്ങളുണ്ട്, ഒരാറ്റം, ഒരു Cl ആറ്റമുണ്ട്, 2 Cl ആറ്റം ചേർന്നിട്ട് ഒരു തന്മാത്ര ഉണ്ട്. P4
ഇതൊരു തന്മാത്രയാണ്, പക്ഷെ എത്ര ആറ്റമുണ്ട്? 4 പി ഉണ്ട്. 1 2 3 4 എണ്ണം ഉണ്ട്. പക്ഷെ ഇത് ഒന്നിച്ചാണ് നിൽക്കുന്നത്. ഇങ്ങനത്തെ ഒരുപാടെണ്ണം ചേർന്നിട്ടാണ് ഇവർ പലതും ഫോം ചെയ്യുക. ഇത് 8 ആൾ ചേർന്നിട്ടാണ് എസ്8. 1 2 1 2 3 4 5 6 7 8 അങ്ങനെ വരും. അപ്പോൾ തന്മാത്ര രാസസൂത്രം ഒരു പദാർത്ഥത്തിൻ്റെ ഒരു തന്മാത്രയെ സൂചിപ്പിക്കുന്നു. അപ്പം ഇപ്പം എസ്8 എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവണില്ലേ ഇത് ഇങ്ങനെ ഒരു സ്ട്രക്ചറാണെന്ന്. അല്ലാതെ എസ് ഇങ്ങനെ എല്ലാവരും നിൽക്കുന്നത്, ഇങ്ങനെയാണ് നിൽക്കുന്നത്. S8 എണ്ണം ചേർന്നിട്ടാണ് നിൽക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഒരു തന്മാത്ര രാസസൂത്രം ആ തന്മാത്രയെ സൂചിപ്പിക്കാൻ പറ്റണില്ലേ? ഇതിനെ സൂചിപ്പിക്കാൻ ഇങ്ങനെ, ഇതിനെ സൂചിപ്പിക്കാൻ ഇങ്ങനെ 2 എണ്ണം ചേർന്നിട്ട്. ഇതൊക്കെയാണെങ്കിൽ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഏകാറ്റോമിക മൂലകമൊക്കെ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഹീലിയം എന്ന് പറയുമ്പോൾ ഇതിൽ 2 ഹീലിയം തന്മാത്രകൾ എന്ന് പറയാം. കാരണം എന്താണ്? ഹീലിയത്തിന് ഇങ്ങനെ തന്നെയാണ് എഴുതേണ്ടത്. ഇപ്പോൾ ക്ലോറിനൊക്കെ നമുക്ക് ഇങ്ങനെ എഴുതാം. അതാണ് 2 ക്ലോറിൻ ചേർന്നാലാണ് തന്മാത്ര. ഇവിടെ കണ്ടില്ലേ, ഹീലിയം ഒറ്റയ്ക്കായിട്ടാണ് തന്മാത്ര ആയത് നിൽക്കുന്നത്. ഹീലിയം തന്മാത്ര ഒറ്റയ്ക്കല്ലേ നിൽക്കുക, നിയോൺ തന്മാത്ര ഒറ്റയ്ക്കാണ് നിൽക്കുക. ക്ലോറിനാണെങ്കിൽ 2 എണ്ണം ചേർന്നിട്ടേ തന്മാത്ര ആയിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ 2 ഹീലിയം എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഹീലിയം ആറ്റം ആവാം, 2 ഹീലിയം തന്മാത്രയാവാം. തന്മാത്ര ഇന്ന് P4 ആണെങ്കിലോ, P എന്ന് എഴുതിയാൽ അത് ആറ്റേ ആവുള്ളൂ, P4 എന്ന് എഴുതിയാൽ മാത്രമേ തന്മാത്ര ആവുള്ളൂ. പക്ഷേ ഹീലിയത്തിൻ്റെ കേസിൽ തന്മാത്ര ആയാലും ആറ്റായാലും ഒക്കെ ഒറ്റയ്ക്കാണ്. ഇത് തന്മാത്ര നിൽക്കുന്ന രൂപാട്ടാ. അപ്പോൾ നിയോൺ ഒറ്റയ്ക്കാണ്. പക്ഷെ ഇവർ എസ് എന്ന് എഴുതിയാൽ വെറും ആറ്റേ ആവുള്ളൂ. S8 എന്ന് എഴുതിയാലാണ് സൾഫർ തന്മാത്ര ആവുള്ളൂ. ഓക്കെ. ഈ അറ്റോമികത എന്താണെന്ന് പഠിക്കണേ. ഒരു തന്മാത്രയിൽ ആറ്റങ്ങളുടെ എണ്ണമാണ് അറ്റോമികത. ഇപ്പോൾ ഈ O2 എന്ന് എഴുതിയാൽ എന്തായിരിക്കും? അത് ഓക്സിജൻ തന്മാത്ര ആയിരിക്കും. വെറും O ആണെങ്കിൽ അതെന്തായിരിക്കും? ആറ്റമായിരിക്കും. വെറും O എഴുതിയാൽ ആറ്റം. ഈ O2 ഇങ്ങനെ അടിയിൽ വന്നാൽ എന്തായിരിക്കും? തന്മാത്ര. ഇപ്പോൾ ഹീലിയം പറഞ്ഞില്ലേ, ഹീലിയം ഒറ്റയ്ക്ക് തന്നെ നിൽക്കുള്ളൂ, തന്മാത്ര ആയാലും ആറ്റം. അതുകൊണ്ടാണ് ഇങ്ങനെ വരാഞ്ഞ്. ഇങ്ങനെ വരുന്നുണ്ടാ ഹീലിയം 2 എന്ന് വരണിയല്ല. 2 എണ്ണം ഒന്നും വേണ്ട, അവന് ഒറ്റയ്ക്ക് തന്നെ നിന്നോളൂ. അപ്പോൾ അറ്റോമികത എന്താണ്? ഒരു തന്മാത്രയിലെ ആറ്റങ്ങളുടെ എണ്ണമാണ് അറ്റോമികത. അപ്പോൾ അറ്റോമികത കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അതിൽ എത്ര ആറ്റം ഉണ്ടെന്ന്. ഇപ്പോൾ ഇതിൽ എത്ര ആറ്റം ഉണ്ടെന്ന് ചോദിച്ചാൽ ഇതിൽ എത്ര തന്മാത്ര ഉണ്ട്? 3 തന്മാത്ര അല്ലേ? 3 O2 അല്ലേ? ഒരു O2 ഒരു തന്മാത്ര, അങ്ങനത്തെ 3 എണ്ണം ഉണ്ട്. അപ്പോൾ 3 തന്മാത്രയാണ് ഉള്ളത്, 3 ഓക്സിജൻ തന്മാത്ര. പക്ഷെ ആറ്റം എത്ര ഉണ്ടാവും? ആറ്റം കിട്ടണമെങ്കിൽ ഈ 3നെ എന്ത് ചെയ്യുക? ഈ 2 ഗുണിക്കണം. 3നെ 2 ഗുണിച്ചാൽ എത്ര ഉണ്ട്? 6 ആറ്റം ഉണ്ടാവും. ഇനി അടുത്ത കേട്ടോ Clൻ്റെ കേസ് നമുക്ക് നോക്കാം. Clൻ്റെ കേസിൽ എന്താണ്? Cl2 ആയിട്ടാണ് ഒരു തന്മാത്ര നിൽക്കുക. അപ്പോൾ ഇവിടെ എത്ര തന്മാത്ര ഉണ്ട്? 5 തന്മാത്ര ഉണ്ട്. അപ്പോൾ എത്ര ആറ്റം ഉണ്ടാവും എന്ന് ചോദിക്കണമെങ്കിൽ 5നെ എന്ത് ചെയ്താൽ 2 ഗുണിക്കുക. 5 × 2 എത്രയാണ്? 10. അപ്പോൾ 10 ആറ്റം ഇല്ലേ? തന്മാത്ര 10 എണ്ണം ഉണ്ടായില്ല, തന്മാത്ര 5 എണ്ണം ഉള്ളൂ. കാരണം Cl2 ഒന്നാണ് ഒരു തന്മാത്ര. അപ്പോൾ 2 Cl2 ആണെങ്കിൽ 2 തന്മാത്ര. അങ്ങനെ 5 Cl2 ആണെങ്കിൽ എത്രയാണ്? 5 തന്മാത്ര. അതാണ്. അപ്പം ഇനി തന്മാത്ര ആറ്റം മാറിപ്പോവോ? H2. ഈ H2 ആണ് എന്ത്? H2 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അതൊരു തന്മാത്രയേ ഉള്ളൂ. അപ്പോൾ അതിൽ എത്ര ആറ്റം ഉണ്ട്? ഇവിടെ ഒന്നല്ലേ ഉള്ളത്. ആ 1നെ 2 ഗുണിച്ചാൽ ഇവിടെ ഉള്ളതിന് ഇവിടെ എത്ര എണ്ണം ഉണ്ട്? ഇപ്പം 5 Cl2 എന്ന് പറഞ്ഞാൽ ഈ 5നെയാണ് 2 ഗുണിച്ചത്. ഇവിടെ അങ്ങനെ ഒന്നല്ലേ ഉള്ളൂ, H2 എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുക? 1 ഗുണിച്ചാൽ മതി. അപ്പോൾ 2 ആറ്റം ഉണ്ടാവും. പിന്നെ 5 O2, 5ആണ് തന്മാത്ര അല്ലേ? ആറ്റം കിട്ടണമെങ്കിൽ എത്രയാണ്? 5നെ 2 ഗുണിച്ചാൽ 10 എന്ന് കിട്ടും. പിന്നെ നൈട്രജൻ എടുക്കുകയാണെങ്കിൽ N2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 N2 ഉണ്ട്. അപ്പോൾ 6 തന്മാത്ര ഉണ്ടാവും. എത്ര ആറ്റം ഉണ്ടാവും? 6നെ 2 ഗുണിച്ചാൽ 12. പിന്നെ 4 C2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 C2 ഉണ്ട്, 4 തന്മാത്ര ഉണ്ട്. 4 2 8 ആറ്റങ്ങൾ. പിന്നെ S8, ഒരു തന്മാത്രയേ ഉള്ളൂ, ഒന്നല്ലേ ഉള്ളൂ ഇവിടെ. 1നെ 8 ഗുണിച്ചാൽ 8 ആട്ടത്. ഇവിടെ എഴുതിയ തെറ്റാണ്, 8 ആണ് കേട്ടോ. 8 ആറ്റങ്ങൾ. ഓക്കെ. ഇനി നമുക്ക് സംയുക്തം തന്നാലായിന്ന് അതിൻ്റെ രാസസൂത്രം എങ്ങനെ എഴുതാണ്. നൈട്രിക് ഓക്സൈഡ് എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. കുറച്ച് കോമ്പൗണ്ട് തന്നിട്ടുണ്ട്, ഇതിലൊക്കെ ഓരോന്നോരോന്നായിട്ട് പഠിക്കണം കേട്ടോ. നൈട്രിക് ഓക്സൈഡ്. ഇപ്പോൾ നമുക്ക് നൈട്രിക് ഓക്സൈഡ് എന്ന് പറയുമ്പോൾ നൈട്രിക്, അപ്പോൾ എന്തുണ്ടാവും അതിൽ? മൂലകമായിട്ട് നൈട്രജൻ ഉണ്ടാവും.
പിന്നെ ഓക്സൈഡ് എന്ന് കേട്ട അപ്പം ആലോചിക്കേണ്ട ആരെയാണ്? ഓക്സിജന്. അപ്പം മൂലകങ്ങൾ ഏതൊക്കെയുണ്ട്? നൈട്രജനും ഓക്സിജനും. അപ്പോൾ നമുക്കൊരു കാര്യം അറിയാം, നൈട്രജനെ എങ്ങനെയാണ് സൂചിപ്പിക്കുക? N വെച്ചിട്ട്, ഓക്സിജനെ O വെച്ചിട്ട്. അപ്പോൾ ഒരു തന്മാത്രയിലെ ആറ്റങ്ങൾ 1, ഓക്സിജനിൽ എത്ര ഒരു തന്മാത്രയിലെ ആറ്റങ്ങൾ? ഒരാറ്റേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ, അപ്പോൾ അതിൻ്റെ ഇതെങ്ങനെ ആയിരിക്കും? 2 1 1 അപ്പോൾ പിന്നെ NO ആയിരിക്കും. ഓക്കെ. ഇനി അടുത്തത് അമോണിയ എന്ന് പറഞ്ഞാൽ അതിലായിരിക്കും ആരൊക്കെ ഉണ്ടെന്ന് അറിയോ? അത് പഠിക്കണേ. അമോണിയയിൽ നൈട്രജനും ഉണ്ട്, ഹൈഡ്രജനും ഉണ്ട്, N ഉണ്ട്, H ഉണ്ട്. അപ്പോൾ ഒരു നൈട്രജനും 3 ഹൈഡ്രജനും ആണുള്ളത്. ഒരു ഹൈഡ്രജനും 3 ഹൈഡ്രജനും ഉണ്ടാവും. അപ്പോൾ നമ്മുടെ കോമ്പൗണ്ട് എന്തായിരിക്കും? N, ഒരു നൈട്രജൻ എന്ന് പറഞ്ഞാൽ ഒരു N, 3 ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ 3. അപ്പോൾ NH3 എന്ന് കിട്ടിയില്ലേ? 3. അപ്പോൾ 3 തന്മാത്രയാണ് ഉള്ളത്. അപ്പോൾ ഒരു NH3 കേട്ടോ, ഒരു NH3, 3 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, ഒരു നൈട്രജൻ ആറ്റം ഉണ്ട്. അപ്പോൾ NH3 കിട്ടിയില്ലേ? ഒരു തന്മാത്ര, ഒരു അമോണിയ തന്മാത്രയാണ് ഉള്ളത്. ഇനി അടുത്തത് കാർബൺ ഡൈ ഓക്സൈഡിൽ ആരൊക്കെ ഉണ്ടാവും? കാർബണും ഉണ്ടാവും. ഓക്സൈഡ് പറഞ്ഞാൽ ആരുണ്ടാവും? ഓക്സിജൻ ഉണ്ടാവും. കാർബണും ഓക്സിജനും ഉണ്ടായി. അപ്പോൾ CO2. അപ്പോൾ എത്ര കാർബൺ ഉണ്ട്? 1. എത്ര ഉണ്ട്? 1. ഓക്സിജൻ എത്ര ഉണ്ട്? 2. അപ്പോൾ ഇതെങ്ങനെ ആയിരിക്കും? CO2. CO2. പിന്നെ നമ്മൾ സൾഫ്യൂരിക് ആസിഡ് ആരൊക്കെ ഉണ്ട്? ഹൈഡ്രജൻ ഉണ്ട്, സൾഫർ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. അപ്പോൾ HS, ഓക്സിജൻ. ആരൊക്കെ ഉണ്ട്? എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 ഹൈഡ്രജൻ. എത്ര സൾഫർ ഉണ്ട്? 1 സൾഫർ. എത്ര ഓക്സിജൻ ഉണ്ട്? 4 ഉണ്ട്. അപ്പം നമുക്ക് ആ എണ്ണം കിട്ടിയ എഴുതിക്കൂടെ? HSO എഴുതുക. എന്നിട്ട് എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ടെങ്കിൽ 2 എണ്ണം ഇട്ട് കൊടുക്കുക. 1. ഇത് എത്രയാണ്? 4. അപ്പം HSO4. ഈ 1 ആകുമ്പോൾ ഇടേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ് വിട്ടിട്ടാത്തത് കേട്ടോ. ഇനി കാർബൺ ടെട്രാ ക്ലോറൈഡ്. അപ്പോൾ കാർബണും ഉണ്ട്, ക്ലോറിനും ഉണ്ട്. കാർബണിനെ എങ്ങനെ? C വെച്ചിട്ടാണ് നമ്മൾ പറയുക. ക്ലോറിനെ Cl വെച്ചിട്ട്. അപ്പോൾ എന്ത് ചെയ്യും? ഈ ടെട്ര എന്ന് പറയുമ്പോൾ 4 എണ്ണം ഉണ്ടാവും. ഒരു കാർബണും ഉണ്ടാവും, 4 ഞാൻ എഴുതട്ടോ. ഒരു കാർബണും ഉണ്ട്, 4 എന്തുണ്ട്? ക്ലോറിനും ഉണ്ട്. അപ്പോൾ നമ്മളെ ഫോർമുല എന്തായി? CCl. എത്ര എണ്ണം ഉണ്ട്? 4. അങ്ങനെ എഴുതാൻ പഠിക്കണം കേട്ടോ. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഈ മൂലകങ്ങളുടെ ഒക്കെ എഴുതാൻ പഠിക്കണം. ഇപ്പം നൈട്രിക് ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം എത്ര? NOU. അപ്പം മനസ്സിലാവും നൈട്രജനും ഓക്സിജനും ഉണ്ട്, ഓരോന്നീച്ചുള്ളൂന്ന്. പിന്നെ അമോണിയ എന്ന് പറഞ്ഞാൽ ഇത് പഠിക്കുക, NH3. അപ്പം നമുക്ക് ഇതൊക്കെ കിട്ടും. ഈ ലാസ്റ്റുള്ളത് മാത്രം പഠിച്ചാൽ തന്നെ ഉള്ളിലുള്ളതൊക്കെ കിട്ടും. ഇപ്പം NH3 കിട്ടുക ആരൊക്കെ ഇത് ചേർന്നിട്ടാണ്? നൈട്രജനും ഹൈഡ്രജനും ആണ്. നൈട്രജൻ 1 ഉണ്ട്, ഹൈഡ്രജൻ 3 എണ്ണം ഉണ്ട്. ഇങ്ങനെ മനസ്സിലാക്കില്ല എത്ര ആറ്റം ഉണ്ടെന്ന്. അപ്പോൾ ഇതും പഠിക്കുക, ഈ ലാസ്റ്റുള്ളതും പഠിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? എല്ലാം എഴുതാൻ പറ്റും. ഓക്കെ. ഇപ്പോൾ 3 കാർബൺ ഡൈ ഓക്സൈഡ്. CO2 പറഞ്ഞാൽ ആരാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പോൾ എത്ര തന്മാത്ര ഉണ്ട്? 3 എണ്ണം അല്ലേ? 3 തന്മാത്രയാണ് ഉള്ളത്. എത്ര ആറ്റം ഉണ്ട്? ആറ്റം ഉണ്ടാകുമ്പോൾ 3 അപ്പം ഇതിൽ 2 ഐറ്റം ആറ്റം ഉണ്ട്. അപ്പോൾ 2 ഐറ്റമായിട്ട് സെപ്പറേറ്റ്. ഇപ്പോൾ നമ്മൾ 2Cl2 പറഞ്ഞാൽ എന്താണ്? ഒരൈറ്റം ആറ്റേ ഉള്ളൂ, Cl മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്ത്? 2 2 4 എന്ന് ചെയ്താൽ മതി. പക്ഷെ ഇതിലങ്ങനെയല്ലല്ലോ, 2 ഐറ്റം ആറ്റമില്ലേ? ആരൊക്കെ ഉണ്ട്? കാർബണും ഉണ്ട്, ഓക്സിജനും ഉണ്ട്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യും? 3 കാർബണ് പ്ലസ് ചെയ്യണം. എത്ര ഉണ്ട്? 3 × 2 6 ഓക്സിജൻ ആട്ടാ. അപ്പം നമുക്ക് എന്ത് ചെയ്യും? 9, ടോട്ടൽ 9 കിട്ടും. ഇപ്പം 2HCl. എത്ര ഹൈഡ്രജൻ ഉണ്ട് ഇതിൽ? എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 ഹൈഡ്രജൻ പ്ലസ് എത്ര ക്ലോറിൻ ഉണ്ട്? 2. അപ്പോൾ ടോട്ടൽ 4. ഇനി 4 SO2 എത്ര S ഉണ്ട്? 4. എത്ര ഓക്സിജൻ ഉണ്ട്? 4 ആണോ? അല്ല, 2 ആയിട്ട് ഗുണിക്കണം. 8. അപ്പോൾ 8 4 എത്രയാണ്? 9 10 11 12. പിന്നെ അടുത്തത്
C2H5OH എഥനോളിൽ എത്ര കാർബൺ ഉണ്ട്? 3 കാർബണ്? അല്ല, ഈ അടിയിൽ വരുമ്പോൾ ഗുണിക്കണം. 6 കാർബൺ പ്ലസ് എത്ര ഹൈഡ്രജൻ ഉണ്ട്? 5നെ 3 ഗുണിക്കണം. 5 3 15. എത്ര ഓക്സിജൻ ഉണ്ട്? 3 ഓക്സിജൻ അല്ല, ഗുണിക്കാൻ ഒന്നുമില്ല. പിന്നെ എത്ര ഉണ്ട്? 3 ഹൈഡ്രജനും ഉണ്ട്. അപ്പോൾ ടോട്ടൽ കൂട്ടി നോക്കി. 3 3 എത്രയാണ്? 6 6 6 എത്രയാണ്? 12. 15ഉം 12ഉം 5 6 7 1 1 2. അപ്പോൾ 27 എന്ന് കിട്ടും. ഇനി ഇത് C6H12O6 ഇത് നമ്മുടെ ആരാണ്? ഗ്ലൂക്കോസാണ്. അപ്പോൾ കാർബൺ എത്ര ഉണ്ട്? 2 ഉള്ളത്. എല്ലാം ഗുണിക്കണം. 6 2 12 പ്ലസ് ഹൈഡ്രജൻ എത്രയുള്ളത്? 12 ഉള്ളത്. എല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ 2 ഉണ്ടെങ്കിൽ ഗുണിക്കണം. അപ്പോൾ 24. പിന്നെ ഇവിടെ ഓക്സിജൻ എത്ര ഉണ്ട്? 6 2 12 4 5 6 7 8 2 3 4 48 ഉണ്ട് ടോട്ടൽ നമ്പർ. ഓക്കെ, ഇതൊക്കെ ഹോംവർക്കായിട്ട് ചെയ്തിട്ട് വരിക കേട്ടോ. എനിക്ക് അയച്ചു തരിക ഹോംവർക്കായിട്ട്. ഇതിലൊക്കെ എങ്ങനെയാണ് ചെയ്യുക? ടോട്ടൽ കൂട്ടുക. 5 നൈട്രജൻ ആണെങ്കിൽ 5 താഴെ വന്നിട്ടുണ്ടെങ്കിൽ ഗുണിക്കണം. 5 3 15 ടോട്ടൽ 20. ഇങ്ങനെ ബാക്കിയുള്ളത് കണ്ടെത്തുക. ഓക്കെ, ഇനി രാസസമവാക്യങ്ങൾ. നമ്മൾ കഴിഞ്ഞൊരു സമവാക്യം എഴുതാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അഭികാരകങ്ങൾ എന്ന് വെച്ചാൽ ആരാണോ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് അവരെല്ലാം അഭികാരകങ്ങൾ. അതിൽ ഉണ്ടാവുന്നത് ആരാണ്? ഉൽപ്പന്നങ്ങൾ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഈ സൂത്രവാക്യം അറിഞ്ഞിട്ടല്ലേ നമുക്ക് എഴുതാൻ സുഖം. അപ്പോൾ ഇതിപ്പോൾ എന്താണ് പറയുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുകയാണ്, CO2. നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് ഇപ്പോൾ NH3 CO2 ഒക്കെ നേരത്തെ പട്ടികയിൽ പഠിച്ചില്ലേ എങ്ങനെ എഴുതാന്ന്. അപ്പോൾ ഈ റിയാക്ഷൻ എന്താ പറഞ്ഞത്? കാർബണും ഓക്സിജനും ചേർന്നിട്ട് ആരും ഉണ്ടാകുന്നു? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. അത്രേ ഉള്ളൂ ഈ ചാപ്റ്റർ. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? വിലയിരുത്താൻ നോക്കാം. വിലയിരുത്താമിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. അത് ഞാൻ അടുത്തൊരു ചെറിയൊരു പാർട്ടായിട്ട് ഇടാം. ഓക്കെ, പക്ഷേ വിലയിരുത്താം ക്വസ്റ്റ്യൻസ് നിങ്ങൾ കാണാതിരിക്കരുത്. കാരണം വിലയിരുത്താമെന്നൊക്കെയാണ് നിങ്ങൾക്ക് എക്സാമിന് അതേപോലെ ചോദിക്കും. അപ്പം ടെക്സ്റ്റിലുണ്ടായ ചോദ്യം തന്നെ നിങ്ങൾക്ക് വരും. ഈ വിലയിരുത്താമിൽ ഈ വിലയിരുത്താമിലില്ലേ 3ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഹോംവർക്കായിട്ട് നേരത്തെ തന്ന് അത് ചെയ്ത് കൊണ്ടുവരാം. പിന്നെ ബാക്കി 3 എന്ത് ചെയ്യാം? ഞാൻ ചെറിയൊരു വീഡിയോ ആക്കിയിട്ട് ചെയ്യാം. കാരണം ഇതിപ്പോൾ തന്നെ അരമണിക്കൂർ കഴിഞ്ഞ്, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ മടിയാവും. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ വീഡിയോ. ഓക്കെ, താങ്ക് യു.